ഇതാണ് ഡബിൾ മെഷീനിൽ വയ്ക്കുന്ന ഫൂട്ട്. ഇതിന് പകരം നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. ഇത് പുതിയ തരം ഫൂട്ടാണ്. ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ, ഇവിടെ ഹോളൊന്നുമില്ല. ഇപ്പം ഇതിൽ നമുക്ക് സിബ് വെക്കാനും പൈപ്പിംഗ് വെക്കാനും ഒക്കെ ഈസിയായി പറ്റും. ഇതിന് കണ്ടില്ലേ, ഇവിടെ ഈ ഭാഗത്തും ഒരു ഹോളുണ്ട്, ഈ സൈഡിലും ഒരു ഹോളുണ്ട്. എന്നിട്ട് ഇത് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ. ഈ സംഭവം വേറെ എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതാണ്. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ ഈ മെഷീനിൽ. ഇത് നമ്മൾ ഈ സംഭവം ഇങ്ങനെ ഉള്ളത്, ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഈ സ്ക്രൂവിനെ അഴിച്ചിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ സ്റ്റിച്ചാണ് ഇത്. നമുക്ക് ഇങ്ങനെ സാധാരണ സ്റ്റിച്ച് ചെയ്യാനുള്ളത് സെൻറ്ററിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സൂചി സെൻറ്ററിലേക്ക് ഇങ്ങനെ വരും. കണ്ടോ? ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ നടുവിലാണ് പോണത് സൂചി. ഇനി നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിങ്ങനെ ലൂസാക്കുക. എന്നിട്ട് ഇതിനെ കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് ഇത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സൂചി ഈ സൈഡിലത്തെ ഈ ഹോളിൻ്റെ ഈ വശത്താണ് സൂചി പോകുന്നത്. കണ്ട, ഇങ്ങനെയാണ് സൂചി പോകുന്നത്. അപ്പോൾ നമുക്ക് സിബ്ബോ എല്ലാം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ സിബ്ബ് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ സിബ്ബ് വെക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് വരുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇത് ഈ ഭാഗത്ത് റൈറ്റ് സൈഡിൽ. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രൂ അഴിച്ചിട്ട് ഇങ്ങോട്ട് വെക്കാം. ഇതാണ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ തിരിക്കാൻ പറ്റും, നീക്കാൻ പറ്റും. എന്നിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇത് ഇങ്ങോട്ടാക്കുമ്പോൾ ഈ ഹോളിലേക്ക് വരും. ഇതിനെ ഇങ്ങോട്ടാക്കുമ്പോൾ ഈ സ്ക്രൂവിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങനെ ഈ ഹോളിൻ്റെ ഇവിടേക്ക് എത്തും. എന്നിട്ട് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലത്തെ സിബ് നമ്മൾ വെച്ച് ഇനി ലെഫ്റ്റിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇതാക്കിയിട്ട് സ്ക്രൂ ചെയ്യണം. സ്ക്രൂ ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാം. ഇത് റൈറ്റ് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ ഈ ലെഫ്റ്റ് സൈഡിലും ഈ സൈഡിൽ കൂടെ സിബ് അറ്റാച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇതുപോലെ ലെഫ്റ്റിലും സ്റ്റിച്ച് ചെയ്യുക, ഇങ്ങനെ റൈറ്റ് സൈഡിലും സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഇതിനെങ്ങനെ മാറ്റിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. മുമ്പ് നമ്മൾ ഇതുപോലത്തതിന് മാറ്റിയിട്ട് വൺ സൈഡിലുള്ളതായിരുന്നല്ലോ ഫിറ്റ് ചെയ്തിരുന്നത്. ഒരെണ്ണം ലെഫ്റ്റിലത്തെയും ഒരെണ്ണം റൈറ്റിലത്തെയും നമ്മൾ മാറ്റി മാറ്റി വെക്കണം. ഇത് എല്ലാം മൂന്നും യൂസും നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. പൈപ്പിംഗ് വെക്കാനും സിബ് വെക്കാനും എല്ലാം ഈസിയായി ചെയ്യാൻ ഈ ഒരെണ്ണം മതി. ഇത് പുതിയ ഒരു മെഷീനിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡബിൾ മെഷീനിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് അറിയാതെ പോകുന്നവർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് സിബ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ട് പിടിപ്പിക്കാൻ ഈസി ആയിരിക്കും. ഇങ്ങനെയാണ് സിബ് അറ്റാച്ച് ചെയ്യുന്നത്.